കണ്ണൂർ ജില്ലയിൽ വ്യാപകമായ മഴ തുടരുകയാണ്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചിലയിടങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ജില്ലയിൽ നിലവിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കെ.ഒ. ശശിധരനാണ് ജില്ലയിൽ നിന്നും ചേരുന്നത്. കെ.ഒ. ശശിധരൻ, എങ്ങനെയാണ് ജില്ലയിലെ ഈ പൊതു സാഹചര്യം? ദിവസങ്ങളായി തുടരുന്ന മഴയാണ്. ഇന്ന് രാവിലെയോടെയാണ് മഴ വീണ്ടും ശക്തി പ്രാപിച്ചത്. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും വീണ്ടും വെള്ളം കയറിയിരിക്കുകയാണ്. അപകടം സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളൊന്നും ലഭ്യമല്ല. എങ്കിലും പലയിടത്തും വലിയ രീതിയിലുള്ള ദുരിതം ഉണ്ട്. ഇന്ന് പ്രധാനമായിട്ടും ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2 ക്യാമ്പുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 23 സ്ത്രീകളും 10 പുരുഷന്മാരും 10 കുട്ടികളും ഉൾപ്പെടെ 43 പേരാണ് ഈ 2 ക്യാമ്പുകളിലുമായി കഴിയുന്നത്. ഓഗസ്റ്റ് 1 മുതലുള്ള കണക്കുകൾ പ്രകാരം ജില്ലയിൽ 74 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. 4 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. മഴക്കെടുതിയിൽ ജില്ലയിൽ ഇതുവരെ 4 പേർക്കാണ് ജീവൻ നഷ്ടമായത്. കാർഷിക മേഖലയിലും കഴിഞ്ഞ 6 ദിവസത്തെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ കാർഷിക മേഖലയിലും വലിയ തോതിലുള്ള നഷ്ടമുണ്ടായിട്ടുണ്ട്. 4,24 ലക്ഷത്തിലധികം രൂപയുടെ കൃഷിനാശമുണ്ടായതായാണ് കണക്കാക്കുന്നത്. മലയോര പഞ്ചായത്തുകളിലാണ് ഏറ്റവും വലിയ തോതിലുള്ള കൃഷിനാശം ഉണ്ടായിട്ടുള്ളത്. പയ്യന്നൂർ, തളിപ്പറമ്പ്, അതോടൊപ്പം തന്നെ ഇരിക്കൂർ ബ്ലോക്കുകളിലാണ് വലിയ തോതിലുള്ള കൃഷിനാശം ഉണ്ടായിട്ടുള്ളത്. വരും മണിക്കൂറുകളിലും ശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ശരി, കണ്ണൂരിൽ ശക്തമായ മഴ തുടരുകയാണ്. മഴക്കെടുതിയും രൂക്ഷമായി തന്നെ നിലനിൽക്കുന്നു. കെ.ഒ. ശശിധരനാണ് ജില്ലയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.